അങ്ങനെ രണ്ടു തട്ടിലേക്ക് കോൺഗ്രസ് അങ്ങനെ പോകുന്നു എന്ന് ചിത്രീകരിക്കുന്നത് ശരിയല്ല. അത് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾക്കൊരു തീരുമാനം എടുക്കും. തീരുമാനം എടുക്കാനുള്ള സമയമായിട്ടില്ലല്ലോ. സമയം ഇങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, അത് കൂട്ടായി ആലോചിക്കണം, മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കണം, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു നിലപാടായിരിക്കും തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. അല്ല, ഇത് ഈ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഒരൊറ്റ കടും പിടുത്തമാണ് ഈ തീരുമാനം വൈകുന്നതിന് പിന്നിൽ എന്ന സൂചനകൾ കൂടി വരികയാണ്. അല്ല, അതെ, ആ കാര്യത്തില് ഞാനിപ്പോ അങ്ങനെ പ്രതികരിക്കുന്നത് ശരിയല്ല. കെ സുധാകരൻ KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എന്താണ് എന്നതിനെ കുറിച്ച് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ഞാൻ യാത്രയിലാണ്. ഞാൻ നിലമ്പൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലമ്പൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അതിന്റെ എന്താണ് പറഞ്ഞതെന്ന് എന്നതിനെ കുറിച്ച് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കും. യെസ്, എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അൻവറിന് മുന്നണി പ്രവേശനം വേണം എന്ന് കെ സുധാകരൻ ഉറപ്പിച്ചു പറയുകയാണ്. ആ ആവശ്യത്തോട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് എന്താണ് പറയാനുള്ളത്? അല്ല, ആ അഭിപ്രായത്തോട് ഇപ്പൊ അല്ല ഞാൻ ഇപ്പൊ മറുപടി പറയുന്നത് ശരിയല്ല. ഇത് മറ്റ് എല്ലാവരുമായി ആലോചിക്കണ്ടേ. എല്ലാവരുമായി ആലോചിച്ചുകൊണ്ട് ഞങ്ങളൊരു തീരുമാനത്തിലേക്ക് വരും. അത് പിന്നെ പ്രതിപക്ഷ നേതാവുണ്ട്, KPCC പ്രസിഡന്റുണ്ട്, മുതിർന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട്, അതുപോലെ തന്നെ ഘടകകക്ഷികളുടെ ഞങ്ങളുടെ നേതാക്കന്മാരുണ്ട്. ഇവരെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാൻ. പക്ഷേ ഈ തീരുമാനം വൈകുന്നത് ശ്രീ അടൂർ പ്രകാശ്, അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? കാരണം പ്രശ്നങ്ങൾ ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും വഷളായിക്കൊണ്ടിരിക്കുകയല്ലേ. അൻവർ വീണ്ടും അതിർത്തി പരസ്യമാക്കി രംഗത്തെത്തുന്നു. അല്ല, തീരുമാനം വൈകുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പോ ഞങ്ങൾ മിനിഞ്ഞാന്ന് തീരുമാനമെടുത്തു. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു. അതിനുശേഷം ഇതുവരെ LDF സ്ഥാനാർത്ഥിയെ ചെയ്തിട്ടില്ല. പിന്നെ BJP സ്ഥാനാർത്ഥി ഉണ്ടോ ഇല്ലയോ എന്ന് അവർ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ അതിന് അവസാനം ഇത് വാക്കായി ഇപ്പൊ പറയണമെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. കാരണം ഇനിയിപ്പോ സമയം കിടക്കുകയല്ലേ. ഇനിയിപ്പോ നോമിനേഷൻ കൊടുക്കണം, നോമിനേഷൻ കൊടുത്ത് കാര്യങ്ങളിലേക്ക് പോകണം. അതിന്റെ പ്രവർത്തന മേഖലയിലേക്ക് ഞങ്ങൾ കടക്കാൻ പോകുന്നതല്ല ഉള്ളൂ. അല്ല, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ ഈ നേതൃത്വത്തിന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി കെ സുധാകരൻ ഒരു നിലപാട് വ്യക്തമാക്കുന്നത്? അത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു അതൃപ്തി കൊണ്ടുകൂടി ആയിരിക്കും. ഞാൻ തയ്യാറല്ല. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം എന്ത് അഭിപ്രായം പറഞ്ഞു എന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മറുപടി പറയാം. യെസ്, നന്ദി ശ്രീ അടൂർ പ്രകാശ് പ്രതികരിച്ചതിന്. അദ്ദേഹം നിലമ്പൂരിലേക്കുള്ള യാത്രയിലാണ്. അതുകൊണ്ട് കെ സുധാകരൻ എന്താണ് പറഞ്ഞത് എന്നത് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. അൻവറിന്റെ കാര്യത്തിൽ കൂട്ടായ ചർച്ചയിലൂടെ തന്നെയായിരിക്കും തീരുമാനമുണ്ടാവുക എന്നാണ് പറയുന്നത്. അതിന് സമയമെടുക്കും. എന്തായാലും അതിൽ വളരെ വേഗത്തിൽ തന്നെ ഒരു ഉചിതമായ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് അടൂർ പ്രകാശ്, UDF കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയൊരു ഭിന്നതയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. അൻവറിന്റെ വോട്ട് അത് നിർണായകമാണ്. പിന്തുണ നിലമ്പൂരിൽ UDFനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് എന്ന് കെ സുധാകരൻ പറഞ്ഞു വയ്ക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അൻവറിനെ പാർട്ടിയുടെ UDFന്റെ ഘടകകക്ഷിയാക്കണം എന്ന നിലപാടാണ് കെ സുധാകരൻ സ്വീകരിച്ചിരിക്കുന്നത്. അൻവറിനെ UDFന് വേണം എന്നാണ് കെ സുധാകരൻ പറയുന്നത്.